ആഴക്കടലിന്റെ നിശബ്ദതയിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ദിവസങ്ങളും മാസങ്ങളും നീണ്ടുനിൽക്കുന്ന ഒരു രഹസ്യജീവിതമുണ്ട്. മുങ്ങിക്കപ്പലിന്റെ ഇടുങ്ങിയ ലോകം, മനുഷ്യജീവിതത്തിന് ഒട്ടും യോജിക്കാത്ത സാഹചര്യങ്ങൾ, കഠിനമായ നിയമങ്ങൾ, എന്നാൽ അതേസമയം അവിശ്വസനീയമായ സൗകര്യങ്ങളും. സമുദ്രോപരിതലത്തിന് താഴെ ഇരുമ്പുമറയ്ക്കുള്ളിൽ നാവികർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അടുത്തറിയാം. ഒരു മുങ്ങിക്കപ്പലിനുള്ളിലെ കടൽ ജീവിതം ഈ ഭൂമിയിലെ മറ്റൊന്നിനും തുല്യമല്ല. മാസങ്ങളോളം നാവികർ ഒരുമിച്ച് ജോലിയെടുക്കുകയും താമസിക്കുകയും ചെയ്യുന്ന കടലിനടിയിലെ ഒരു ഇടുങ്ങിയ ലോകമാണിത്. വെള്ളത്തിനടിയിൽ ഏകദേശം 155 പേർക്ക് ഒരുമിച്ച് ജീവിക്കാനും ജോലി ചെയ്യാനും പറ്റിയ വളരെ ചെറിയ ഒരിടം. പരസ്പരം ദേഹത്ത് തട്ടാതെ ഒഴിഞ്ഞുമാറി നടന്നുപോകുന്ന കപ്പലിലെ ജീവനക്കാരെ കാണുന്നത് വളരെ കൗതുകകരമായ ഒന്നാണ്. ഇടുങ്ങിയ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ അവർ കുനിയുകയും വളയുകയും ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തിന് ഒട്ടും യോജിക്കാത്ത ഒരു സാഹചര്യത്തിൽ കടലിനടിയിലെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേകതരം ആളുകളാണെന്ന് മുങ്ങിക്കപ്പലിലെ നാവികർ തന്നെ പറയാറുണ്ട്. ഇവിടെ ഓരോ ഇഞ്ച് സ്ഥലവും വളരെ വിലപ്പെട്ടതാണ്. കപ്പലിന്റെ 1/3 ഭാഗവും ആണവ റിയാക്ടറുകളും അതിനെ മുന്നോട്ട് നയിക്കുന്ന സംവിധാനങ്ങളുമാണ്. ഇതിനോടൊപ്പം ഫ്ലഡ് ടാങ്കുകൾ, ധാരാളം കേബിളുകൾ, പൈപ്പുകൾ, മിസൈലുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവയെല്ലാം ചേരുമ്പോൾ നാവികർക്ക് ജോലി ചെയ്യാനും താമസിക്കാനും വളരെ ഇടുങ്ങിയ സ്ഥലമാണ് ബാക്കിയുണ്ടാവുക. ജീവനക്കാർ 24 മണിക്കൂറും ജോലിയിലാണ്. ഇത് 8 മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായി തിരിച്ചിരിക്കുന്നു. അതായത് അവർ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അടുത്ത ഷിഫ്റ്റിനു മുൻപ് 16 മണിക്കൂർ ഇടവേളയുണ്ടാകും. ഈ സമയത്ത് അവർ അറ്റകുറ്റപ്പണികൾ, പരിശീലനം അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്നു. നാവികർക്ക് വളരെ കുറഞ്ഞ സ്വകാര്യ ഇടം മാത്രമേയുള്ളൂ. അവരുടെ ബങ്ക് ബെഡുകളും അതിലെ കെർട്ടനും മാത്രമാണ് അവരുടെ ലോകം. ഇതിനടിയിൽ സാധനങ്ങൾ വെക്കാനായി അല്പം സ്ഥലവുമുണ്ട്. ഈ താമസ സ്ഥലം വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഇത് യുഎസിന്റെ ഏറ്റവും വലിയ മുങ്ങിക്കപ്പലാണ്. എല്ലാ മുങ്ങിക്കപ്പലുകളിലും ഇത്രയും സൗകര്യമുണ്ടാകില്ല. പലപ്പോഴും ജീവനക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കിടക്കകൾ ഉണ്ടാകാറില്ല. ഉറങ്ങാനുള്ള സമയമാവാത്തവർ അവരുടെ കിടക്ക മറ്റു ജീവനക്കാർക്ക് വിശ്രമിക്കാനായി ഒഴിഞ്ഞുകൊടുക്കും. ഇതിനെ ഹോട്ട് ബങ്കിംഗ് എന്ന് വിളിക്കുന്നു. കാരണം ഒരാൾ ഉറങ്ങാൻ വരുമ്പോൾ തൊട്ടുമുമ്പ് അവിടെ കിടന്നുറങ്ങിയ ആളുടെ ശരീരത്തിന്റെ ചൂട് ആ കിടക്കയിൽ അപ്പോഴും ബാക്കിയുണ്ടാകും. സാധാരണ നാവികർക്ക് ഉപയോഗിക്കാൻ 3-ൽ താഴെ ടോയ്ലറ്റുകളും 2 ഷവറുകളും മാത്രമേയുള്ളൂ. ചീഫ് പെറ്റി ഓഫീസർക്ക് 1 ഷവർ, മറ്റ് ഓഫീസർമാർക്ക് 1, എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കമാൻഡർ ഓഫീസർക്കുമായി മറ്റൊന്ന് എന്നിങ്ങനെയാണ് കണക്ക്. അവർക്ക് കുളിക്കാനായി 3 മുതൽ 5 മിനിറ്റ് വരെ സമയമേ ലഭിക്കൂ. വിയർപ്പിന്റെ മണമുണ്ടെങ്കിൽ ചീഫ് ഓഫ് ദ ബോട്ട് സാധാരണയായി നാവികരോട് കുളിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. കപ്പലിൽ 2 വാഷിംഗ് മെഷീനുകളും 2 ഡ്രയറുകളുമുള്ള ഒരു അലക്കുമുറിയുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് അലക്കാൻ സൗകര്യത്തിനായി പ്രത്യേക ദിവസങ്ങളും സമയവും അനുവദിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം ഒട്ടും ലഭിക്കാത്തതിനാൽ സമയം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തരം നോക്കിയാണ് നാവികർ സമയമറിയുന്നത്. പാൻകേക്കുകൾ ഉണ്ടെങ്കിൽ അത് പ്രഭാത ഭക്ഷണമാണെന്നും തലേന്നത്തെ ഭക്ഷണം ബാക്കി വന്നതാണെങ്കിൽ അത് അർദ്ധരാത്രിയാണെന്നും അവർ മനസ്സിലാക്കുന്നു. മുങ്ങിക്കപ്പലിലെ ഭക്ഷണം വളരെ മികച്ചതാണെന്ന് പ്രശസ്തമാണ്. നാവികർ നേരിടേണ്ടി വരുന്ന കഠിനമായ സാഹചര്യങ്ങൾക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ അവർക്ക് നല്ല ഭക്ഷണം നൽകുന്നു. സൈന്യത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകുന്ന ഏറ്റവും മികച്ച ഭക്ഷണം ഒരു മുങ്ങിക്കപ്പലിലായിരിക്കും. അവർ ദീർഘനേരം ജോലി ചെയ്യുന്നതിനാലും കുടുംബവുമായി ആശയവിനിമയം നടത്താൻ പരിമിതികളുള്ളതിനാലും നല്ല ഭക്ഷണം അവരുടെ മനോവീര്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മനോവീര്യം കുറഞ്ഞാൽ അത് മാനസിക പിരിമുറുക്കത്തിനും തെറ്റുകൾക്കും ഇടയാക്കും. ഈ ജോലിയിൽ തെറ്റുകൾക്ക് സ്ഥാനമില്ല. അതിനാൽ മുങ്ങിക്കപ്പലിലെ നാവികർക്ക് മികച്ച ഭക്ഷണവും മികച്ച പാചകക്കാരെയും ലഭിക്കുന്നു. ഷിഫ്റ്റ് മാറുന്നതിനനുസരിച്ച് ഒരു ദിവസം 4 നേരം ഭക്ഷണം നൽകാറുണ്ട്. അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് അവർ ദിവസത്തിൽ 3-4 നേരം ഭക്ഷണം കഴിക്കുന്നു. കൂടാതെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ 24 മണിക്കൂറും അല്പം ഉന്മേഷം ലഭിക്കുന്ന പാനീയങ്ങളും സമയം ഇവിടെ ലഭിക്കും. ഓഫീസർമാർക്കും സാധാരണ സൈനികർക്കും ഒരേ മെനു തന്നെയാണ്. യുഎസിന്റെ ബാലിസ്റ്റിക് ന്യൂക്ലിയർ മുങ്ങിക്കപ്പലുകൾ ഏകദേശം 90-120 ദിവസം വരെ വെള്ളത്തിനടിയിൽ കഴിയാൻ ആവശ്യമായ ഭക്ഷണം കൊണ്ടുപോകാൻ സാധിക്കും. അതായത് 90-120 ദിവസത്തേക്കുള്ള ഭക്ഷണം കപ്പലിൽ സംഭരിക്കണം.
ഇതിൽ ഏറ്റവും പ്രധാനം കോഫി മെഷീനിൽ എപ്പോഴും കാപ്പിയുണ്ടാകുമെന്നതാണ്. ഒരു മുങ്ങിക്കപ്പലിൽ പാചകം ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സ്ഥലപരിമിതിയല്ല, മറിച്ച് മുങ്ങിക്കപ്പലിന്റെ ചലനങ്ങളാണ്. കപ്പൽ അപ്രതീക്ഷിതമായി നീങ്ങുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പെട്ടെന്ന് നിലത്ത് വീഴാം. മെസ് ഹാൾ സിനിമ കാണാനും വീഡിയോ ഗെയിമുകളും കാർഡുകളും ബോർഡ് ഗെയിമുകളും കളിക്കാനും നാവികർ ഉപയോഗിക്കുന്നു. മിക്ക മുങ്ങിക്കപ്പലുകളിലും നാവികർക്ക് വ്യായാമം ചെയ്യാൻ ഒരു ചെറിയ ജിമ്മുമുണ്ട്. മുങ്ങിക്കപ്പൽ ജീവിതത്തിലെ മറ്റൊരു കഠിനമായ വശം പുറം ലോകവുമായുള്ള ആശയവിനിമയമാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതും കർശനമായി നിയന്ത്രിക്കപ്പെട്ടതുമായ ഒരു പ്രക്രിയയാണ്. ചിലപ്പോൾ മുങ്ങിക്കപ്പലുകളിൽ ഉപഗ്രഹം വഴി ഉയർന്ന ഡേറ്റാ നിരക്കിൽ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉണ്ടാകും. നാവികർ ഇമെയിലുകളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. മുങ്ങിക്കപ്പൽ ഉപരിതലത്തിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് വീട്ടിലേക്ക് ഇമെയിലുകൾ അയക്കാൻ അവസരം ലഭിക്കുന്നത്. എന്നാൽ അപ്പോഴും അത് പറ്റുമെന്ന് ഉറപ്പില്ല. എന്നിരുന്നാലും എല്ലാ ആഴ്ചയും ഇമെയിലുകൾ സ്വീകരിക്കാനോ അയക്കാനോ കഴിയുന്ന സൗകര്യങ്ങൾ അവർക്കുണ്ട്. അവർ ഇമെയിലുകൾ അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ പുറത്തുവിടുന്നു. ഇത് മുങ്ങിക്കപ്പലിനെ ശത്രുക്കൾക്ക് കണ്ടെത്താൻ എളുപ്പമാക്കുന്നു. അതിനാൽ മുങ്ങിക്കപ്പലിനുള്ളിൽ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വ്യക്തിഗതമായി ഉപയോഗിക്കാൻ നാവികർക്ക് അനുവാദമില്ല. ഒരു മുങ്ങിക്കപ്പലിന്റെ പ്രധാന ലക്ഷ്യം അതിന്റെ ദൗത്യം നിർവഹിക്കുന്നതിനായി ആരുടെയും കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കുക എന്നതാണ്. പുറം ലോകവുമായി ആശയവിനിമയം നടത്തുന്നത് അവരെ കണ്ടുപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നാവികസേനയിലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത ഒരു കാര്യം മുങ്ങിക്കപ്പലിലെ നാവികർക്ക് ചെയ്യാൻ അനുവാദമുണ്ട്: താടി വളർത്തുന്നത്. നാവികസേനയിലെ മറ്റുള്ളവരെ അപേക്ഷിച്ച് മുങ്ങിക്കപ്പലിലെ നാവികർക്ക് ഗ്രൂമിംഗ് നിയമങ്ങൾ കൂടുതൽ ലളിതമാണ്. അവർ എല്ലാ ദിവസവും ഷേവ് ചെയ്യേണ്ടതില്ല. അവർക്ക് ഒരു പരിധിവരെ താടി വളർത്താം. അവരുടെ മുടിയുടെ നീളവും സ്റ്റൈലും അത്ര കർശനമല്ല. ഇതാണ് കൺട്രോൾ റൂം, അല്ലെങ്കിൽ മുങ്ങിക്കപ്പലിന്റെ തലച്ചോറ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. ഇവിടെയാണ് എല്ലാ പ്രധാന കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ നിന്നാണ് നാവികർ മുങ്ങിക്കപ്പൽ ഓടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അതിന്റെ ദിശ മാറ്റുന്നതും കപ്പലിനെ സുരക്ഷിതമായി നിലനിർത്തുന്നതും. സോണാറിന്റെയും ട്രാക്കിംഗ് കോണ്ടാക്റ്റിന്റെയും സഹായത്തോടെ അവർ വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ മറ്റു വസ്തുക്കളുമായി കൂട്ടിയിടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. മുങ്ങിക്കപ്പലിന്റെ ഫയർ കൺട്രോളും ഇവിടെയാണ്. എല്ലാ തീരുമാനങ്ങളും കൺട്രോളിലാണ് എടുക്കുന്നത്. അടുത്തത് ടോർപിഡോ റൂമാണ്. ഇതാണ് വെപ്പൺസ് ലോഞ്ച് കൺസോൾ. ആയുധങ്ങൾ വിക്ഷേപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഫയർ കൺട്രോളുമായി ഏകോപിപ്പിക്കാൻ അവർ ഈ കൺസോൾ ഉപയോഗിക്കുന്നു. ആയുധ സംവിധാനത്തിന്റെ സുരക്ഷയും സുരക്ഷിതത്വവും നിരീക്ഷിക്കുന്ന ഒരു മിസൈൽ കൺട്രോൾ സെന്ററുമുണ്ട്. ലോഞ്ചർ കൺസോളിൽ ഹാച്ചുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും ട്യൂബ് താപനിലയും മർദ്ദവും നിരീക്ഷിക്കുന്നതും അവർക്ക് നിയന്ത്രിക്കാനാകും. ഫയർ കൺട്രോൾ വിഭാഗത്തിൽ നാവികർ ഗൈഡൻസ് സിസ്റ്റവും മിസൈലുകളും പരിപാലിക്കുന്നു. ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ മുങ്ങിക്കപ്പലുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രഹസ്യ സ്വഭാവത്തിനും ന്യൂക്ലിയർ പോർമുനകളുടെ കൃത്യമായ വിതരണത്തിനുമാണ്. അവർ ആഴക്കടൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ആണവ പ്രതിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ തരത്തിലുള്ള ജോലിക്ക് സന്നദ്ധരായ നാവികർക്ക് സൈന്യത്തിലെ മറ്റുള്ളവരിൽ നിന്ന് അവരെ വേർതിരിക്കുന്ന മറ്റൊരു പ്രത്യേകതയുണ്ടെന്ന് പറയാം. ചുരുക്കത്തിൽ, ശാരീരികവും മാനസികവുമായ ഈ കഠിനാധ്വാനത്തെ ഏറ്റെടുക്കാൻ സന്നദ്ധരായ അർപ്പണബോധമുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് ഈ കടലിനടിയിലെ ലോകത്ത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ശുഭദിനം.